സാറേ ചെക്ക്. ചെക്കല്ല, ബാൻ സാറേ. സാറ് ശരിക്കും എന്താ സംഭവിച്ചത്? ഓവർ സ്പീഡ് അല്ല എന്ത് സാറാ, ഒരു 5 മിനിറ്റ്. 304 അല്ലേ സാറേ? സംഗതി 304 അയക്കെയാ. പിന്നെ ഓവർ സ്പീഡാന്ന് കണ്ടവരൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ FIR മോട്ടോർ ക്രെയിൻസ് കാണിച്ചാൽ മതി. IPA വിളിച്ചപ്പോഴും അദ്ദേഹം അങ്ങനെ പറഞ്ഞു. പിന്നെ മൊഴിയിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ? ഇല്ല സാർ. പേഴ്സിൽ 320 രൂപയുണ്ട്, 2 മൊബൈൽ, 2 ആധാർ കാർഡ്, ഒരു ATM കാർഡ്. പിന്നെ ഇതിൽ 4 പേരുടെ അഡ്രസ്സുണ്ട്. 2 പേര് കൃത്യം നേരിൽ കണ്ടുവരും, 2 പേര് ശബ്ദം കേട്ട് ഓടി വന്നു വരും. ശരി സാർ. ആ, എൻട്രി ഇട്ടിട്ടില്ലല്ലോ? ഇല്ല സാറേ. സാർ ഇങ്ങോട്ടൊന്നും ഇരുന്ന് ഞാനിപ്പോൾ ഇടാം. ഓ, ആയിക്കോട്ടെ. മക്കൾക്ക് വീണ്ടും വിചാരം വരുന്നതിന് മുമ്പ് വീട്ടുകാരൊരു ബൈക്ക് അങ്ങ് മേടിച്ചു കൊടുക്കും. അത് ബൈക്കാണേലും വേണ്ടില്ല, ഒരുമാതിരി ഹെലികോപ്റ്റർ പോലുള്ള സാധനങ്ങൾ. അവസാനം പണി വരുന്നത് നമുക്കും. അല്ല സാറേ, മാളികപ്പടി ഏത് ഭാഗത്ത് വെച്ചിട്ട സംഭവം? KME കോളേജിൻ്റെ ഗേറ്റിൽ നിന്നൊരു 100 മീറ്ററില്ല. നമ്മളാ കുഴുവേലിപ്പടി ഭാഗത്തേക്ക് പോകുമ്പോൾ ആ വളവില്ലേ, അവിടെ ആ സംഭവം. ഓവർ സ്പീഡാണെന്നാ കണ്ടിരുന്നവർ പറഞ്ഞത്. തൊട്ടകലെ വെച്ച് ഇവന്മാരൊരു കാറിനെ ഓവർടേക്ക് ചെയ്തിരുന്നു. ആ കാറുകാർ പറയുക അവർക്ക് 70 കിലോമീറ്ററിന് മേളിൽ സ്പീഡായിരുന്നു. ഈ കാറിനെ ഓവർടേക്ക് ചെയ്ത് ഇവന്മാരുടെ സ്പീഡൊന്ന് ആലോചിച്ച് നോക്കി, അതും ആ കൊടും വളവിൽ. എന്ത് ചെയ്യാനാണ്? രാവിലെ ഇൻക്വസ്റ്റിന് പോകുന്ന ആരൊക്കെയാ? IP വിളിച്ചപ്പോൾ പറഞ്ഞത് ബിനോയ് സാറിനോട് പറയാനാ. എന്നിട്ട് വിളിച്ച് പറഞ്ഞോ? വിളിച്ചിട്ട് കിട്ടുന്നില്ല സാറ്. സുരേഷ് സാറിനോടും അജ്മലോടും പറഞ്ഞിട്ടുണ്ട്, അവരെ കൂടെ പോകുന്നു. ഇനി രാവിലെ വിളിക്കാം. നേരത്തെ വിളിച്ച് പറ, അല്ല അയാൾ പതിവ് പോലെ താമസിച്ചേ വരും. വാ സാറേ, പോകാം. ആശ്വാസമായോ? പിന്നെ വൈകിട്ട് എവറസ്റ്റ് ഹോട്ടലിൽ നിന്ന് 2 പൊറോട്ടയും ബീഫും കഴിച്ചാൽ അപ്പം മുതൽ തുടങ്ങിയതാ. കൈ കിട്ടുന്നതൊക്കെ വലിച്ചു വാരി കൊണ്ട് കയറ്റും. എന്നിട്ട് ഈ ഓട്ടമാണ്. പട്ടാപക്ക് ഒരു 12 എണ്ണം പറഞ്ഞേക്കാം, ഒപ്പിട്ടേക്കാം. അല്ല സാറേ, ഈ മരിച്ച പയ്യൻ്റെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? അവർ 2 ആമ്പിള്ളേരാ. ഇതേളേതാ. അച്ഛൻ എറണാകുളത്ത് ഏതോ കമ്പനിയിൽ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുക. ദിവസവും പത്രത്തിൽ ന്യൂസിൽ തന്നെയല്ലേ വാർത്ത. എന്നാലും ചെക്കന്മാർ പഠിക്കില്ല. ആ അച്ഛനമ്മമാരുടെ ഒരവസ്ഥ കഷ്ടം. നമസ്കാരം, പള്ളിക്കര പോലീസ് സ്റ്റേഷൻ. നമസ്കാരം. DSP ഓഫീസിൽ നിന്നാ? ആ സാറേ. ആരാ GD? വനിതാ സാറാ. 9 മണിക്ക് ശേഷം അവിടെ കേസ് വല്ല കരുതിട്ടുണ്ടോ? ആ സാറേ, ഒരു കേസുണ്ട്. ഒരു RTA, ഒരാൾ മരിച്ചിട്ടുണ്ട്. എന്നാ വനിതാ സാറിനൊന്ന് കൊടുത്തേ. ആ സാറേ, കൊടുക്കാം. വനിതാ സാറേ, വനിതാ സാറേ, വനിതാ സാറേ. ഷോ, വിളിച്ചിട്ടും കേൾക്കുന്നില്ല. സാറേ, ഡെൽറ്റ ഓഫീസിൽ നിന്ന് സിജു സാറ് ലൈനിലുണ്ട്. ഫോൺ എടുക്ക്. ആ സാറേ. വനിതാ സാറേ, ആ മരിച്ച ആൾക്ക് എത്ര വയസ്സുണ്ട്? 22. ആ ശരി സാറേ, ആ ബ്രീഫ് ഒന്ന് വാട്സപ്പ് ചെയ്യാവോ? ആ അതെ, ഈ മൊഴിയും ബ്രീഫും ഒന്ന് സിജു സാറിന് അയച്ചേക്കണേ. വാട്സാപ്പ് ചെയ്യണം. നാസർ സാറിനും കൂടെ അയച്ചേക്കേ. ഇതെന്ത് പറ്റി സാറേ?
ഇങ്ങനൊരു സിറ്റുവേഷൻ ഞങ്ങളുടെ കുടുംബത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ഞാനന്ന് കാലടി സ്റ്റേഷനിലാണ് പാറാവിലിരിക്കുമ്പോൾ P9 പരിധിയിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതിനെ കുറിച്ച് സെറ്റ് കേട്ടെ. ഓടിച്ചിരുന്ന ആൾ സ്പോട്ടിൽ പോയി. 10 മിനിറ്റുള്ള എനിക്ക് കോൾ വന്നു. പോയത് ഞങ്ങളുടെ പിന്നുവാ. വിനു എന്ന് പറഞ്ഞ എൻ്റെ ഒരേ ഒരു അനിയൻ. ഡിഗ്രിക്ക് കയറിയപ്പോൾ അവൻ ബൈക്കിന് വാശി പിടിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ എതിർത്ത്. പട്ടിണി കിടന്നിട്ടും മിണ്ടാതെ നടന്നിട്ടൊക്കെ എൻ്റെ മനസ്സലിഞ്ഞു. ബൈക്ക് വാങ്ങിക്കൊടുത്ത 1 മാസം തികയുന്നതിന് മുമ്പ് അമ്മഴെ കണ്ടിട്ട് ഇപ്പോഴും തോന്നിട്ടില്ല. വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കാത്ത ഒരാൾ സാറ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ സാറ്, കോള് വന്ന് എന്നോട് പറയൂ. ഞാൻ കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ പോവാം. സാർ റെസ്റ്റ് എടുത്തോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം.